വിദ്യാഭ്യാസം എന്നത് ഉപജീവനത്തിനു വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് നേടാൻ വേണ്ടി മാത്രം ഉള്ളതല്ല. അത് ജീവിതത്തിനൊരു ക്രമീകരണം ഉണ്ടാവാനും അച്ചടക്കം ഉണ്ടാവാനും വേണ്ടിയുള്ളതാണ്. ഒരു പരിശുദ്ധനായ വ്യക്തിയായി തീർന്ന് ദേവഭാവം ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ. അതിന് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നതിനപ്പുറം, സിലബസ് പഠിക്കുന്നതിനപ്പുറം ഒരു മൂല്യബോധം ചെറുപ്പത്തിലെ വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് ഇവിടെ പറഞ്ഞു. ചെറുപ്പത്തിലെ ഇത് പഠിക്കണം എന്ന് പറയുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഓർമ്മ വരുന്നത്. പ്രഹ്ലാദനോട് സഹപാഠികൾ വലുതായി കഴിഞ്ഞ് അല്ലെങ്കിൽ രാജാവായി കഴിഞ്ഞ് ഈ ഹരിയുടെ നാമം ജപിക്കാലോ, ആ സമയത്ത് എല്ലാവരെ കൊണ്ടും ജപിപ്പിക്കാലോ എന്നൊക്കെ സഹപാഠികൾ സ്നേഹത്തോടുകൂടി ചോദിക്കുന്ന സമയത്ത് പ്രഹ്ലാദൻ പറയുന്നത് കൗമാര ആചരയത് പ്രാജ്ഞ എന്നുള്ളതാണ്. കൗമാരത്തിൽ, ചെറുപ്പത്തിലാണ് ഇതൊക്കെ പഠിക്കേണ്ടത്. കാരണം വലുതാവുന്നത് വരെ ഉണ്ടാകുമോ എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. എന്ന് മാത്രമല്ല, ചെറുപ്പത്തിൽ പഠിച്ചത് മാത്രമേ വലുതായി കഴിഞ്ഞാലും മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭാഗവതത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു വാക്യമാണ് ഇവിടെ അനുസ്മരിക്കേണ്ടത്. അത് വിദ്യാർത്ഥികളായാലും അവരെ നയിക്കുന്ന രക്ഷിതാക്കളായാലും അധ്യാപകരായാലും കൗമാരത്തിൽ, കുട്ടിക്കാലത്ത് തന്നെ ഇതൊക്കെ പഠിച്ച് തുടങ്ങണം എന്നുള്ളതാണ് ഈ 3 അംഗങ്ങളും ഇവിടെ പല തരത്തിലാണെങ്കിലും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നുണ്ട്. അവരുടെ മനസ്സ് പല ചിന്തകളെ കൊണ്ട്, പല പ്രശ്നങ്ങളെ കൊണ്ട് ആകെ ഒരു സംഘർഷഭരിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും അവർ സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസ് ഇടുമ്പോഴും അല്ലെങ്കിൽ പലതും ഷെയർ ചെയ്യുമ്പോഴും ഒറ്റയ്ക്ക് ഒന്ന് സംസാരിച്ച് നോക്കുമ്പോൾ പലർക്കും പല സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറയുവാൻ ഉണ്ടാകും. നിരന്തരം അവരുമായിട്ട് വ്യവഹരിക്കുന്നവർ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നങ്ങൾ, എങ്ങനെ അതിനെ നേരിടാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒന്ന് അഭിപ്രായം പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പം ഉമ പറഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങട്ടെ. പ്രഹ്ലാദൻ എന്ന് പറയുന്ന കുട്ടിയോട് അതിനേക്കാളും വലിയൊരു പ്രശ്നമൊന്നും വരാനില്ല ഇനിയൊരു കുട്ടിക്കും എന്ന് തോന്നുന്നു. കാരണം സ്വന്തം അച്ഛൻ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുക, സ്വന്തം അച്ഛൻ ഒരു വലിയ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് എറിയ, തീയിലേക്കിടുക കുട്ടിയെ. ഇതിനപ്പുറത്തേക്കൊക്കെ ജീവിതത്തിന് എന്ത് പ്രതിസന്ധിയാണ് വരാനുള്ളത്? അങ്ങനെയൊക്കെ വന്നപ്പോഴും ഈ കുട്ടി ഒരിക്കലും ഞാൻ ജപിക്കുന്ന ഹരിയുടെ പേര് ജപിക്കാതെ ഇരിക്കാൻ എനിക്ക്, കാരണം നീ എന്താ കുട്ടിയെ പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ലോകം മുഴുവനും ഹരിയുണ്ട്. അതൊരു ധൈര്യം ആലോചിച്ചു. എനിക്കത് അങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ മേൽപ്പത്തൂര് തന്നെ പറയും, പിതാശൃണ്വൻ ബാലപ്രകരമഖിരം അഖിലം ത്വത്സ്തുതിപരം രുഷാന്ധപ്രാഹൈനം കുലഹതക കസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠ തവ ച ജഗതാം ചാപി സബലം സയേവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത്. എത്ര മനോഹരമായൊരു വാചകമാണ് നോക്കൂ. അതായത് ഈ കുട്ടികൾ മുഴുവൻ നാരായണനാണ് ലോകം മുഴുവൻ എന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്താടാ നിനക്കിത് എന്നോട് പറയാൻ, നിനക്കുള്ള ധൈര്യം എന്താടാ എന്ന് ചോദിച്ചപ്പോൾ ബലം മേ വൈകുണ്ഠ, എൻ്റെ ബലം വൈകുണ്ഠമാണ്. ആരാ പറയണ നോക്കണം. ഒരു 4-5 വയസ്സായ കുട്ടി ഇങ്ങനെ കോപിച്ച് ചാടി നിൽക്കുന്ന അച്ഛൻ്റെ അടുത്ത് പറയാണ് ബലം മേ വൈകുണ്ഠ, എനിക്ക് മാത്രല്ല കേട്ടോ ബലം, തവച അങ്ങേക്ക് ബലം അത് തന്നെയാണ്, ജഗതാം ചാപി സബലം, ഈ ലോകത്തിന് മുഴുവൻ അത് തന്നെയാണ് ബലം, സയേവ ത്രൈലോക്യം സകലമിതി, ഈ ലോകം മുഴുവൻ അവൻ തന്നെയുള്ളൂ. ഇങ്ങനെ പറയാൻ ധൈര്യം എവിടുന്ന് വന്നു? നമ്മളെ പാരമ്പര്യം നമ്മളോട് സംസാരിക്കുന്നത്, കേനോപനിഷത്ത് പറയും ആത്മനാവിന്ദതേ വീര്യം. എന്താണ് ഈ ആത്മാവിനെ കൊണ്ട് വീര്യം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ? ലോകത്തില് ആരാണ് ധീരൻ എന്ന് ചോദിച്ചാൽ സംസ്കൃത ഭാഷയിൽ
ധിയം രാതി ധിയം ഈരയതി എന്നൊക്കെയാണ് ആ ശബ്ദത്തിന്റെ അർത്ഥം. അതായത് ബുദ്ധിയെ കൊടുക്കുന്നവൻ, ബുദ്ധിയെ അറിയുന്നവൻ, ബുദ്ധിയെ എറിയുന്നവൻ, പണ്ഡിതൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതായത് ഈ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, അത് ധീരൻ എന്ന് പറയുന്നത് ആരെങ്കിലും എൻ്റെ നേർക്ക് നിറയൊഴിക്കാൻ വന്നാൽ ഇങ്ങനെ നെഞ്ചും വിരിച്ച് നിന്ന് കൊടുക്കുന്നവനാണോ ധീരൻ? അതോ മറ്റൊരാളെ കൊല്ലാൻ വേണ്ടി ആയുധമെടുത്ത് വെട്ടാൻ ഓങ്ങുന്നവനാണോ ധീരൻ? ആരെയാണ് നമ്മൾ ധീരൻ എന്ന് പറയേണ്ടത് എന്ന് ചോദിച്ചാൽ, ധീരത്വം, ധീരത എന്ന് പറയുന്ന സാധനം ഒരിക്കലും രാഷ്ട്രീയ ബലം കൊണ്ടോ ആയുധത്തിന്റെ ബലം കൊണ്ടോ അല്ലെങ്കിൽ ധനത്തിന്റെ ബലം കൊണ്ടോ അല്ലെങ്കിൽ കായികമായ ബലം കൊണ്ടോ ഉണ്ടാകേണ്ട ഒന്നല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ ബലങ്ങളൊക്കെ ചെറിയ ഒരു നേരിയ സ്പർശം, എന്തിൻ്റെ ഒരു നേരിയ ഒരു എന്തെങ്കിലും ഒന്ന് എനിക്ക് തരാം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ ബലം എന്താ പറയാ, അടി കൂടി പോയിട്ട് ഒരാൾക്ക് കാശ് കൊടുത്ത് എൻ്റെ കാര്യം സാധിക്കാം. അപ്പൊ എന്താ, ഈ ബലം ഉപയോഗപ്പെടുത്തി. പക്ഷെ ബലം എന്ന് പറയുന്നത്, ഈ ബലമൊക്കെ നേരിയ ഒരു സ്പർശം കൊണ്ട്, എന്തിൻ്റെ, ഈ അഴിമതിയുടെ സ്പർശം കൊണ്ട് ഇല്ലാതെയായി പോകുന്നതാണ്. കായിക ബലം ആയാലും എന്തിനെങ്കിലും ഞരമ്പിനൊരിത്തിരി സ്പർശം വന്നാൽ അതില്ലാതെയായി പോകും, അല്ലേ? ധനബലം എന്ന് പറയുന്നതോ അതാണ് രണ്ട് നാല് ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, അല്ലേ എന്നല്ലേ പറയാ. അപ്പൊ ഇതൊക്കെ ഇല്ലാതെ ആയി പോവാൻ ഒരു നേരിയ അഴിമതിയുടെ സ്പർശം മതി. പക്ഷേ ആത്മബലം എന്ന് പറയുന്ന നാലാമത്തെ ഒരു ബലത്തെ നമ്മുടെ പാരമ്പര്യം നമ്മളോട് വിഭാവനം ചെയ്യുന്നു. ഈ ആത്മബലം എന്ന് പറയുന്ന സാധനം ആത്മാവിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്നതാണ്. അത് അവനവന്റെ അന്തരാത്മാവിൽ നിന്ന് തന്നെ വരേണ്ടതാണ്. ആ ബലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യന് ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധിയും, അത് എന്തുമാവട്ടെ, ആ പ്രതിസന്ധിയെ നേരിടാൻ എനിക്ക് എൻ്റെ ആത്മബലം എന്ന് പറഞ്ഞ സംഗതി, ഞാൻ മതി എന്നുള്ളൊരു തോന്നൽ ഈ കുട്ടിക്ക് വരും. അതായത് എന്തൊക്കെ പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നമ്മളെ പാരമ്പര്യം നമ്മളോട് പറയുന്നത് എന്താണ്? ആത്മഹത്യ ചെയ്താൽ നിങ്ങളുടെ പഞ്ചമഹാപാതകങ്ങളിൽ ഒന്നാണ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആദ്യം പേടിപ്പിക്കും, അല്ലേ? പിന്നെ പേടിച്ച് അങ്ങനെയുള്ള പേടിയൊക്കെ അങ്ങ് മാറും. കുറച്ച് കഴിയുമ്പോൾ ഈ പേടിയൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? പിന്നെ ഈ ബലം വരാൻ അവനവൻ തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ഒരു ആത്മാനുഭൂതി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. വേറെ ആരെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും അവനവനോട് മോശമായ സ്നേഹമല്ല. അതായത് ഈ ധാർമ്മിക ബോധം എന്ന് പറയുന്നത് അതിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ഒരു ആത്മബലമുണ്ട്. ധാർമ്മിക ബോധത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ഒരു ആത്മബലം അതൊരിക്കലും നശിപ്പിക്കാൻ സാധ്യമല്ല. ധർമ്മമാണ് അതിനെ നിലനിർത്തുന്നത് എന്നുള്ളതാണ്. ധർമ്മത്തിന് പല സാഹചര്യങ്ങളിലും പല നിർവചനങ്ങളും ഉണ്ടാവാം, ആയിക്കോട്ടെ. പക്ഷെ എന്നാലും ധർമ്മം എന്ന് പറയുന്നത്, കാരണം എന്താ, ഈ പറയുന്ന രാഷ്ട്രീയ നേതാവ് അവനവന് വേണ്ടി ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു നിയമത്തിന്റെ പിൻബലത്തെ ഇല്ലാതെയാക്കുന്നുവെങ്കിൽ നാളെ അവൻ ഇല്ലാതാക്കി ആ നിയമം അവനെ തന്നെ നശിപ്പിക്കും. കാരണം എന്താ, ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്നാണ്. രക്ഷിക്കപ്പെടാത്ത ധർമ്മം ഒരിക്കലും അവനെ രക്ഷിക്കില്ല. അപ്പൊ അതുകൊണ്ട് ധാർമ്മികമായി ഉണ്ടാകുന്ന ഈ ആത്മബലത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ഒരു സംഗതിയാണ് ഒരു മനുഷ്യനെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് പ്രഹ്ലാദന്റെ ഉദാഹരണം. നേരത്തെ രാഹുൽ പറഞ്ഞു, ശ്രീകൃഷ്ണൻ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം കാരാഗ്രഹത്തിലാണ് ജനിച്ചു പൊങ്ങിയത്, അവിടുന്ന് പോയില്ലേ? ആലോചിച്ച് നോക്കൂ. തന്നെയല്ല, വേറൊരു കാര്യം കൂടി അതിനൊപ്പം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാം നേടി, അല്ലേ? ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. അദ്ദേഹം ആദ്യം ദേവകി കംസനെ കൊന്നിട്ട് ആ രാജ്യം സമ്പാദിച്ചു. പക്ഷെ രാജ്യത്തിന്റെ ഭരണാധികാരിയാവാനുള്ള എല്ലാ സാധ്യതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വാങ്ങിയോ? ആ രാജ്യം വിട്ടുകൊടുത്തു. ആർക്ക്? ഉഗ്രസേനന്, അല്ലേ? ജീവിതം മുഴുക്കെ എടുത്തു നോക്കും, തനിക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചതായിട്ട്. കാരണം എന്താ, ഇതൊന്നും കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവില്ല. ഈ സാധനമാണ് നമ്മളെ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച പൈസ കൊണ്ടായാലും പിന്നെ കായിക ബലം കൊണ്ടായാലും ഒന്നും നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സാധനങ്ങളൊന്നും
ആത്യന്തികമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു കാലഘട്ടത്തിലും ഉതകുന്നില്ല എന്നുള്ളതാണ്. വയസ്സുകാലത്ത് ശരീരത്തിന് പോലും വയ്യാതെ മേലോട്ട് നോക്കി കിടക്കുമ്പോൾ ഈ ആത്മബലം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മനുഷ്യന് സാധിക്കുള്ളൂ. ഒരു പക്ഷെ സംസാരിക്കാൻ സാധിച്ചോളണമെന്നില്ല, ഒരു പക്ഷെ വേറെ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല, പക്ഷെ ഒന്ന് സാധിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ ആനന്ദം എന്ന് പറഞ്ഞ അനുഭൂതിയെ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അതായത് അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, എപ്പോഴും പിടിക്കുന്നത് പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃതി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാ. അതായത് എൻ്റെ ഒരുപാട് ആധിവ്യാധികൾ നിറഞ്ഞിരിക്കുന്ന എൻ്റെ ഹൃദയത്തിലേക്ക് പരമാനന്ദമാകുന്ന രസത്തെ നിറച്ചുകൊണ്ട് ഉദിച്ചു പൊങ്ങണമേ ഭഗവാനെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഉദഞ്ചത്രോമാഞ്ചോ, എൻ്റെ ഓരോ രോമകൂപങ്ങളും എഴുന്നേറ്റ് നിൽക്കുമാറ്. ഗളിത ബഹുഹർഷാശ്രുനിവഹോ, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് പ്രവഹിക്കുമാറ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? യഥാവിസ്മരിയാസം ദുരുപശമ പീഡാപരിഭവൻ. ഒരിക്കലും ശമിക്കാത്ത എൻ്റെ എല്ലാ പീഡാ പരിഭവങ്ങളെയും ശമിപ്പിക്കാൻ സാധിക്കുമാറ് എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് ഉദിച്ചു പൊങ്ങണമേ ഭഗവാനെ. മേലോട്ട് നോക്കി കിടക്കുമ്പോൾ ഏതൊരു മനുഷ്യജീവിക്കും ഇത്രയെങ്കിലും ഓർമ്മിക്കാനുള്ള ഒരു ബുദ്ധി, ഒരു വൈഭവം നമ്മുടെ കരണങ്ങൾക്കൊക്കെ ഭഗവാൻ തന്ന് അനുഗ്രഹിച്ചിട്ടാണ് ഈ ശരീരവുമായിട്ട് നമ്മൾ ഇങ്ങോട്ട് പിറവിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ പിറവി എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതാണ് എന്ന്, ധാർമ്മിക ബലം എന്ന് പറയുന്ന സാധനത്തെ ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്ന് നമ്മളെ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.